വീണ്ടും സഭാ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം. അഭിവന്യ തിരുമേനിയാണ് ഇപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോളേജുകളുടെ എല്ലാം പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. സ്വാശ്രയ മാനേജ്മെൻറ്റ് പ്രശ്നങ്ങൾ ഒരുപക്ഷെ വളരെ കത്തിക്കയറി നിൽക്കുന്ന, പ്രശ്നബാധിതമായി നിൽക്കുന്ന ഒരു സന്ദർഭമാണിത്. കേരള രാഷ്ട്രീയത്തിലും എല്ലാ രീതികളിലും നിൽക്കുന്ന ഒരു സമയമാണിത്. സ്വാശ്രയ മാനേജ്മെൻറ്റ് നിലപാടുകൾ ഓരോ മതസംഘടനകളും ചോദിച്ചു വാങ്ങിച്ച് അവരുടെ സ്വാതന്ത്ര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്, ഈവൻ കോടതിയിൽ പോയിട്ട് പോലും. ഓർത്തഡോക്സ് സഭയുടെ നിലപാട് എന്താണ്? ഇതിൻ്റെയൊക്കെ പിന്നിൽ ഫൈനാൻഷ്യൽ മോട്ടിവേഷൻ മാത്രമാണുള്ളത്. സഭയുടെ നിലപാട് എന്താണ് തിരുമേനി? പൊതുവെ സഭാ വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നത് ഒരു അടിസ്ഥാന താല്പര്യം എന്ന് പറയുന്നത് സഭയുടെ ശുശ്രൂഷയുടെ, മിനിസ്ട്രിയുടെ, വിളിയുടെ ഒരു ഭാഗമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിന് അർത്ഥമുള്ളൂ. കാരണം ഇത് വേറെ ഏതെങ്കിലും ഒരു താല്പര്യത്തിലാണ് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന, ആതുരാലയങ്ങൾ തുടങ്ങുന്നതെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാവുന്നൊരു കാര്യമല്ല. എന്നാൽ സഭയ്ക്ക് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കണം, ആതുര രംഗത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കണം, അതുപോലെയുള്ള മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിഹാരം കണ്ടെത്താനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ആവശ്യം ഉള്ളൊരു കാര്യമാണ്. അത് ഒരു സാമ്പത്തിക താല്പര്യമോ മറ്റേതെങ്കിലും സ്വാധീന താല്പര്യത്തിന് വേണ്ടിയോ ഉണ്ടാക്കുന്നത് ഒരിക്കലും അതിന് നീതീകരണമില്ല. അതൊരു എൻ്റെ ഒരു അടിസ്ഥാന ചിന്തയാണ്. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും തുടങ്ങി വച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിൽ 5 പൈസ പോലും അതിനകത്തുനിന്ന് ലാഭം ഉണ്ടാക്കുവാനോ അത് സ്വകാര്യമായിട്ട് ഉപയോഗിക്കുവാനോ ഉള്ള ശ്രമം ഒരു കാര്യത്തിൽ നടന്നിട്ടില്ല. അതായത് ഈ ആശുപത്രിയോ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടക്കുന്നുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അത് ഒരു ശരിയായ നടപടിയല്ല. നേരെ മറിച്ച് സാമൂഹ്യ സേവനമാണ് ഈ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പണം സൃഷ്ടിക്കുകയല്ല, ആവശ്യമായിട്ടുള്ള പണം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഒരു വയബിലിറ്റി, അതായത് ചെലവുകൾ വരവിനേക്കാൾ അധികമാകുന്നൊരു സാഹചര്യത്തിലുള്ള പ്രസ്ഥാനത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. ഒപ്പം തന്നെ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ആരുടെയെങ്കിലും പക്കൽ നിന്ന് പിരിവ് വാങ്ങി ഒക്കെ നടത്തിക്കൊണ്ട് പോകും ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യമല്ല. അതായത് ഒരു സഭ ഏതെങ്കിലും കാലത്ത് കോളേജുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് അവ നിലനിർത്തുവാനായിട്ട് ഭഗീരഥ പ്രയത്നം ചെയ്യേണ്ട സാഹചര്യമാണ്. കാരണം അവിടെ പണം ജനറേറ്റ് ചെയ്യപ്പെടുന്ന, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് സാമ്പത്തികമായ ഭദ്രതയില്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുക പ്രയാസമാണ്. അപ്പോൾ പണം അവിടെ ഉണ്ടാകേണ്ടതുണ്ട്, അവ ന്യായമായും സത്യസന്ധമായും ചിലവഴിക്കേണ്ടതുണ്ട്. ആ പ്രസ്ഥാനത്തിന് എവിടെയെങ്കിലും തരത്തിൽ അവിടെ വരുമാനം ചെലവിനേക്കാൾ കൂടുതൽ വരുന്ന സാഹചര്യത്തിൽ ആ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആ പണം ചിലവാക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഒത്തിരി ഒരു വലിയ സമൂഹം തന്നെ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായ പണം വരുമ്പോൾ അവർ കണ്ടെത്തുക ഒക്കെ ചെയ്യുന്നൊരു കാര്യം നമുക്കറിയാം. അപ്പോൾ പ്രസ്ഥാനം അതിൽ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യുകയും ആ ഇൻകം പൂർണ്ണമായും ആ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു നീതിപൂർവമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നല്ലതാണ്. രണ്ടാമത് അത് ശ്രദ്ധിക്കേണ്ടതായൊരു കാര്യം, ഇങ്ങനെ വരുമ്പോൾ അവിടെ ഈ സമൂഹത്തിലെ സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുടെ കൂടി അവർക്ക് അതിനുള്ള പങ്കാളിത്തം ലഭ്യമാക്കാൻ ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഈ സമ്പത്തുള്ളവർക്ക് വേണ്ടി മാത്രം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ന്യായമായ ഒരു സമീപനമല്ല. ഇവിടെ അത്രമാത്രം സമ്പത്ത് ചിലവാക്കി പഠിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ആതുര ശുശ്രൂഷ ലഭ്യമാകാൻ സാധിക്കാത്തവർക്ക് കൂടി ഉണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങളിൽ പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രം അത് നീതിപൂർവമായി നടക്കുന്നു എന്ന് പറയാനാവുകയുള്ളൂ. പണക്കാർക്ക് വേണ്ടി മാത്രം പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുക എന്നത് സഭയുടെ മിഷനിൽപ്പെട്ട കാര്യമല്ല. അതിനുവേണ്ടി തീർച്ചയായിട്ടും ഉണ്ടാകുന്ന സമ്പത്തിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ആകാവുന്നിടത്തോളം ഒരു ഭാഗം അത് സാമൂഹ്യമായിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അത് പങ്കാളിത്തം നൽകി നീതിപൂർവമായി അത് നടത്തിക്കൊണ്ട് പോകുന്ന സാഹചര്യമുണ്ട്. കോളേജുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് സഭയിൽ നിന്ന് ഉണ്ടാക്കിയെങ്കിലും സഭയ്ക്ക് ഇന്ന് അവ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഭീമമായ സാമ്പത്തികമായ
പിൻബലം ആവശ്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ NSS പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പോലെ അടുത്ത കാലത്തുണ്ടായ വരൾച്ച എന്ന് പറയുന്ന അവർക്ക് സമൂഹത്തിൽ നിന്ന് അവരുടെ നായർ സമൂഹത്തിൽ നിന്ന് ആവശ്യമായ സാമ്പത്തിക സമാഹരണം വേണ്ടത് ലഭിക്കാത്തതുകൊണ്ട് ഒരു കാലത്തുണ്ടായ വളർച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇല്ലാതെ പോകുന്നതിൻ്റെ സാധനം ഇത് NSSൻ്റെ മാത്രം കാര്യമല്ല, ക്രൈസ്തവ സമൂഹത്തിനൊക്കെ ഉണ്ടാകുന്നതാണ്. ആലുവാലി UC കോളേജ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ന്യായമായ പരിഹാരം കണ്ടെത്താനായിട്ട് ഉള്ള ശ്രമവും നടക്കേണ്ടതാണ്. ഞാൻ പറയാൻ ശ്രമിച്ചത് സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത് സഭയെ സംബന്ധിച്ച് എന്താണെങ്കിൽ അതിൻ്റെ ഒരു മിഷൻ്റെ ഭാഗമാകണം. ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാകരുത്. എന്നാൽ ന്യായമായിട്ട് അവിടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സഭാംഗങ്ങൾക്കും എല്ലാവർക്കും അതിൻ്റെ ഗുണം അത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം ആതുര ശുശ്രൂഷ രംഗത്താണെങ്കിൽ അവർക്ക് രോഗ ചികിത്സയ്ക്കുള്ള സൗകര്യം ഇതെല്ലാം ലഭ്യമാക്കുന്ന നീതിപൂർവമായ ഒരു സമീപനം അത് സംബന്ധിച്ചൊരു പോളിസി സത്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. ആശുപത്രി ഒരു വലിയ പരിധി വരെ ഒരു കമേർഷ്യൽ അണ്ടർടേക്കിംഗ് ആയി മാറുന്ന ഒരു സാഹചര്യമാണ്. ചെറിയ തോതിലൊന്നും ആശുപത്രി ഉണ്ടാക്കുവാൻ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. കോടിക്കണക്കിന് രൂപ മുടക്കുള്ള എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു മിഷനായിട്ട് യാതൊരു ശുശ്രൂഷ രംഗം മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചാണ്. എനിക്ക് വളരെ വ്യാപകമായ രീതിയിൽ വളരെ ഗൗരവമായ രീതിയിലുള്ള കൺസൾട്ടേഷൻസ് ചർച്ചകൾ ഇതുണ്ടായിട്ട് ഇതിന് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാക്കുന്നുണ്ട്. ഇത് സ്ഥാപനങ്ങൾ അടിസ്ഥാനമായി അടിവരയിട്ട് ഞാൻ പറയുകയാണ്, ഒരിക്കലും ഒരു കമേർഷ്യലായി ഇതായിട്ട് മാറരുത്. അതും നടത്താൻ നമ്മളെക്കാളും സഭകളെക്കാളും നന്നായിട്ട് സാധിക്കുന്ന നല്ല ഇഫക്റ്റീവായിട്ട് സാധിക്കുന്ന പ്രസ്ഥാനങ്ങൾ വ്യക്തികളും ഇന്ന് ലോകത്തുള്ളൂ. ഇപ്പോൾ നമ്മളെന്തിനാണ് ഇത്തരത്തിൽ പോകുന്നത്? അവരെ പോലെ ഒരു ശുശ്രൂഷയാണ് നമുക്ക് കൊടുക്കാനുള്ളതെങ്കിൽ നമുക്ക് നമ്മുടെ ശുശ്രൂഷ ആ രംഗത്ത് നിന്ന് നമ്മൾ മാറുകയായിരിക്കുന്നത്. ഒരുപക്ഷെ തിരുമേനി അവസാനം പറഞ്ഞു നിർത്തിയതിനോട് എനിക്കൊരു വിയോജിപ്പല്ല, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. മൂല്യച്യുതി എന്ന് പറയുന്ന ഒരു സംഭവം വിദ്യാഭ്യാസ രംഗത്തും ആതുര സേവന രംഗത്തുമൊക്കെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ മാറുന്നതോടുകൂടി ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ തുടർന്നു വരുന്നവർ കച്ചവട മനസ്സോടെ മാത്രം ഈ രംഗത്തേക്ക് വന്നാൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് ഈ രംഗത്ത് അതിഭീമമായ മൂല്യച്യുതി സംഭവിച്ച് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുമേനി അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അതെ, അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പോലെ സഭ കത്തോലിക്ക സഭ കുറേയോടെ അതൊരു വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവ നടത്തുന്നത്. കാരണം അവരുടെ ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് അതിനകത്ത് ചുമതലയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഹാർവാർഡിലൊക്കെ പഠിച്ച് നല്ല സമർത്ഥരായ മാനേജ്മെൻറ്റ് സ്കിൽസുള്ള ആൾക്കാരാണ്. നമ്മുടെ ആൾക്കാരെന്ന് പറയുന്നത് സാധാരണ ഈ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് ഇതിനുമാത്രം വലിയ അങ്ങനെയുള്ള സാമർഥ്യമോ സ്കിൽസോ ഒന്നും ഉള്ളവരല്ല. അതിന് അവർ കുറ്റം പറയാനായിട്ട് പറഞ്ഞതല്ല. അപ്പോൾ അവർ നടത്തുമ്പോൾ നമുക്ക് ലാഭമൊന്നും ഉണ്ടാക്കിയില്ലേലും ഈ പ്രസ്ഥാനം വളരാത്തൊരു സാഹചര്യമാണ്. പക്ഷേ കമേർഷ്യലായിട്ട് നടത്തുന്ന പ്രസ്ഥാനങ്ങൾ പലരും അവരത് വളരെ കമേർഷ്യലായിട്ട് നടത്തുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തുന്ന ഒരു സാഹചര്യത്തിൽ മാനേജ്മെൻറ്റിന് നല്ല പ്രാപ്തിയുള്ളവരെ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നടത്തുന്നതിനേക്കാളും ഒരു പക്ഷേ കുറഞ്ഞ ചെലവിൽ ചികിത്സിക്കാനോ വിദ്യാഭ്യാസ സൗകര്യങ്ങളോ സൃഷ്ടിക്കാനോ ഒക്കെ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു ഓപ്പൺ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ മാർക്കറ്റിലുള്ള മത്സരം എന്ന് പറയുന്നത് നടക്കുന്നതുകൊണ്ട് ഒരു പരിധിവട്ട ഒരു അരാജകത്തിലേക്കൊന്നും വരാൻ സാധ്യതയില്ല. നേരെ മറിച്ച് മനുഷ്യൻ അന്വേഷിക്കുക എവിടെയാണ് ചിലവ് കുറവ്, എവിടെയാണ് നല്ല സ്ഥാപനം എന്നുള്ളത് അന്വേഷിച്ച്. അപ്പോൾ അതിനൊരു എക്സലൻസിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് ഈ സമൂഹത്തിലൊരു എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നല്ല ഹോസ്പിറ്റൽ ചെയിൻസിലും നടക്കുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ആശുപത്രികളിലേക്കാളും താരതമ്യേന ചിലവ് കുറവാണെന്നാണ് എൻ്റെ ഒരു ചിന്ത, അന്വേഷണത്തിൽ കിട്ടിയിട്ടുള്ളത്. പക്ഷേ കത്തോലിക്ക സഭയുടെ അച്ഛന്മാരും വൈദികരും കന്യാസ്ത്രീകളും ഒക്കെ അവരുടെ ആശുപത്രികളും കോളേജിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരു പക്ഷേ അതുപോലെ തന്നെ അവർക്ക് നല്ല പഠനമുള്ള ആൾക്കാർ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ കുറേയോടെ
ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അവരുടെ സഭാ സംവിധാനത്തിൻ്റെ കാര്യമാണ്. നമ്മുടെ ഇവിടെ ഒരു അമേച്ചർ ആയിട്ട് അതിന് പ്രത്യേകമായിട്ട് പ്രാവീണ്യമൊന്നും ഉള്ളവരല്ല, ഏതെങ്കിലും ഇവിടുന്ന് തിരഞ്ഞെടുത്ത ആൾക്കാരോ ഒക്കെയാണ് അതിനകത്ത് നടത്തുന്നത്. അപ്പോൾ അതിനുള്ളൊരു കോമ്പിറ്റൻസ് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന നടത്തിക്കൊണ്ട് പോകുന്നുള്ള ഒരു പ്രാവീണ്യക്കുറവ് കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് ആഗ്രഹിച്ചാൽ തന്നെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ആശുപത്രി ചിലവ് കുറച്ചോ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ സാധിക്കാതെ വരും. തിരുമേനി പറഞ്ഞതുപോലെ പുറം രാജ്യത്തെ നല്ല വിദ്യാഭ്യാസം ലഭിച്ച, നല്ല പ്രൊഫഷണൽ ട്രെയിനിങ് ലഭിച്ചവരുടെ അഭാവം നമ്മുടെ കോളേജുകളിലായാലും സഭയുടെ പല അഡ്മിനിസ്ട്രേഷൻ ലെവലുകളിലായാലും പ്രൊഫഷണലിസത്തിൻ്റെ കുറവ് കൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ മൂല്യച്യുതി എന്നതിനപ്പുറം നിലവാരമില്ലായ്മ പലപ്പോഴും സംഭവിക്കുന്നുവെന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു. തിരുമേനി അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ പ്രൊഫഷണലിസം ഇല്ലാതെ വരുമ്പോൾ കാര്യക്ഷമത കുറയും എന്നുള്ളത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലത്തെ ഒരു മാനേജ്മെൻറ്റ് രീതിയല്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ളത്. അത് നമ്മൾ അതിനുള്ള കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മെത്രാച്ചനൊക്കെ ആവുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതുപോലെയുള്ള ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മുടെ ഒരു സംവിധാനത്തിൽ ഈ സഭാ മേലധ്യക്ഷന്മാരാണ് ഈ സഭയെ നയിക്കുന്നത്. അവർ നയിക്കുക എന്ന് പറയുന്നത് ആത്മീയ കാര്യങ്ങളിലുള്ള മാത്രമുള്ള കാര്യമില്ല, മൊത്തത്തിൽ അവരുടെ ഒരു നേതൃത്വത്തിൻ്റെ മിടുക്ക് പോലെയാണ് ഒരു ഭദ്രാസന സഭയോ മുന്നോട്ടുള്ള വളർച്ചയെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെപ്പറ്റി സഭാ നേതൃത്വത്തിൽ കാര്യമായ ഒരു ചിന്തയുണ്ടാകണം, ആലോചനകളുണ്ടാകണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകളുണ്ടാകണം. ഇപ്പം നമുക്ക് നമ്മുടെ അച്ഛന്മാരെയൊക്കെ നല്ല പ്രൊഫഷണൽസായിട്ട് മാറ്റാൻ, അതായത് പ്രത്യേക സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ആൾക്കാരെ അതിന് പറ്റിയ ട്രെയിനിങ്ങിനൊക്കെ വിടുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കുറേ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇതൊരു കോമ്പറ്റൻസിൻ്റെ കാര്യമുണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സഭാ നേതൃത്വത്തിലുള്ള ആൾക്കാരുടെ ഇത് സംബന്ധിച്ചുള്ള ഒരു ധാരണക്കുറവിൻ്റെയൊക്കെ പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ പോലെയുള്ളൊരു സഭാ സംവിധാനത്തിൽ ഇവിടെ ഏറ്റവും ഒരു എൻലൈറ്റൻഡ് ആകേണ്ട ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബിഷപ്സാണ്. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില നേതൃത്വത്തിലുള്ള ആൾക്കാരുടെ ഇതിനു വേണ്ടിയുള്ള ഒരു മാറി വരുന്ന ഒരു സാഹചര്യങ്ങൾ നേരിടാനുള്ള കോമ്പറ്റൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്കിങ്ങനെ പറയാവുന്നല്ലാതെ ചെയ്യേണ്ടവർ ചെയ്താൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. തിരുമേനി ഇപ്പോൾ പറഞ്ഞ ഒരു സ്വയം വിമർശനം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടല്ല, സഭയിലാകമാനം ബിഷപ്പുമാരിൽ അവയർനെസ് ഉണ്ടാവണം, അവരിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് സഭയെ ഉന്നതിയിലേക്ക് നയിക്കുന്നത് എന്നുള്ള ഒരു വലിയ സ്വയം വിമർശനം ആണ് അങ്ങിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിന് തിരുമേനി കാണുന്ന എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ? അത് പരിഹാരം ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാകണം. അതായത് ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഈ ബിഷപ്പന്മാരെയൊക്കെ തിരഞ്ഞെടുത്ത് ഞങ്ങൾ ജനകീയമായിട്ടാണല്ലോ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇവർക്ക് ഈ പട്ടം കൊടുക്കാനും മറ്റ് മേലധ്യക്ഷന്മാരെ ചെയ്യേണ്ട ശുശ്രൂഷകൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു വളരെ അടിസ്ഥാനപരമായിട്ട് ഇതുപോലെയുള്ള ഒരു നല്ല ട്രെയിനിങ്, ഒരു മാനേജ്മെൻറ്റ് ട്രെയിനിങ് അവരെങ്ങനെ ഈ സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ ആ ചുമതല ഉത്തരവാദിത്വപൂർവ്വമായിട്ട് നിർവഹിക്കുന്നത് എങ്ങനെ സാധിക്കും, അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. ഈ IAS-നൊക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർക്ക് നീണ്ട ഒരു വർഷത്തെ നീണ്ട കാലത്ത് ട്രെയിനിങ് കൊടുക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവരൊരു വളരെ ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിലാണ് ഈ ബിഷപ്സ് ഇരിക്കുന്നത്. അപ്പം അവരുടെ ഉത്തരവാദിത്വങ്ങൾ എങ്ങനെ ബോധ്യത്തോടു കൂടി വളരെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസും ഒക്കെ ഉപയോഗിച്ച് നിർവഹിക്കണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ഓറിയൻറ്റേഷൻ അടിസ്ഥാനപരമായിട്ട് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുമേനി കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൽ വളരെ വ്യത്യസ്തമായ ചില ചുവടുവെപ്പുകൾ ആതുര സേവന രംഗത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഞാൻ ഭദ്രാസനത്തിൻ്റെ ചുമതലയേറ്റ കാലം തൊട്ട് ഇപ്പോൾ ഈ സാധാരണ ഇതിൽ മെത്രാച്ചന്മാർക്ക് സ്ഥലം മാറ്റം ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം. അപ്പോൾ
ഏതെങ്കിലും ഒരു സമയത്ത് 40 വയസ്സിൽ ഒരാൾ മെത്രാച്ചനായി കഴിഞ്ഞാൽ ചുരുങ്ങി 10-75 വയസ്സ് വരെ ഇരിക്കും എന്നുള്ള കണക്ക് കൂട്ടുമ്പോൾ അടുത്ത 10-35 വർഷത്തിലേക്ക് എൻ്റെ ശുശ്രൂഷ എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു മേൽപ്പട്ടക്കാരനുണ്ടാകേണ്ടതാണ്. ഞാനത് പട്ടയേറ്റ കാലത്ത് ചിന്തിച്ച ഒരു കാര്യം ഒരു ഭദ്രാസനത്തിൻ്റെ ആതുര ശുശ്രൂഷാരംഗം അല്ലെങ്കിൽ ഒരു ചാരിറ്റി പ്രവർത്തനം എന്നുള്ളതല്ല. എൻ്റെ ഭദ്രാസനത്തിലെ നമ്മൾ പറയുക ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നൊരു ചിന്തയാണ് ഉണ്ടായത്. അതായത് ആ ഭദ്രാസനത്തിൻ്റെ ആവശ്യങ്ങൾ എന്തെല്ലാമാണ്, ഭദ്രാസനത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്തെല്ലാമാണ്. അപ്പോൾ ഇതുപോലുള്ള ചില പഠനങ്ങൾ നടത്തി അവിടുത്തെ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രസ്ഥാനങ്ങൾ സഭയുടെ മിഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുക എന്നുള്ള ഒന്നാണ് ചെയ്തത്. രണ്ടാമതൊരു കാര്യം, അത് വ്യക്തിപരമായ എൻ്റെ പണസമാഹരണത്തിലൂടെ നടത്താതെ നമ്മുടെ സഭാംഗങ്ങളുടെ സാമ്പത്തിക ഉപയോഗപ്പെടുത്തി അവരെയും കൂടെ ഒരു പങ്കാളിത്തത്തിൽ പ്രസ്ഥാനം ഉണ്ടാക്കിയത് രണ്ടും ഞാനിത് എന്നെ സംബന്ധിച്ചിടത്തൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഇതിൽ ആദ്യം തന്നെ ഞാനൊന്ന് പറയട്ടെ, അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക ട്രാക്കിൽ മാത്രമല്ല എൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് പല ട്രാക്കിലാണ്. അത് ബൗദ്ധികമായ വളർച്ചയ്ക്കുള്ളതാണ്, വിദ്യാഭ്യാസ രംഗത്തുണ്ട്, അതുപോലെ ആതുര സേവന രംഗത്തുണ്ട്, ആത്മീയ രംഗത്തുണ്ട്. ഇപ്പോൾ ഓരോന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ഒരു ന്യൂറോ സൈക്കാട്രിക് ആശുപത്രിയാണ്. നമ്മുടെ സഭയിൽ ഇതുവരെ അങ്ങനെ ഒരു സ്ഥാപനമില്ല. അപ്പോൾ സാധാരണ സൈക്കാട്രിക് ആശുപത്രികളിൽ ഇതിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്നതായിട്ട് അവിടെ വരുന്ന ആൾക്കാർ മനോരോഗികളായതുകൊണ്ട് അവിടുത്തെ സൗകര്യങ്ങളെപ്പറ്റിയൊന്നും അവർക്ക് വിലയിരുത്താനുള്ള ഒരു ഒരു സ്ഥിതി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അവരെ ഒരു മനുഷ്യരെന്ന നിലയിൽ അംഗീകരിക്കാതെ ഉള്ള ട്രീറ്റ്മെൻറ്റാണ് പലപ്പോഴും ഉള്ളത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ 200 പേർക്ക് താമസിക്കാനുള്ള സൗകര്യത്തിൽ 2000 പേരെ താമസിപ്പിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ ഭക്ഷണ കാര്യങ്ങളിൽ അവരോടുള്ള സമീപന കാര്യങ്ങളിൽ ഒക്കെ ഒരു മനുഷ്യത്വം ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റ് ഉള്ളതായിട്ട് എനിക്ക് എൻ്റെ ബന്ധങ്ങൾ കൊണ്ട് എനിക്കറിയാൻ സാധിച്ചു. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ചിലരുമായിട്ടുള്ള ബന്ധം എനിക്കിതൊരു പ്രേരണ നൽകിയ കാര്യമാണ്. നല്ല മനുഷ്യത്വമുള്ള ഒരു സൈക്കാട്രിക് ആശുപത്രി തുടങ്ങണം എന്നത് അതിൻ്റെ വെളിച്ചത്തിലാണ് അത് തുടങ്ങിയത്. ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയപ്പോൾ ആ കോൺസെപ്റ്റ് തന്നെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ രോഗികൾക്ക് സ്വാതന്ത്ര്യം കാണണം. അവർക്ക് തോന്നരുത് അവരടിച്ച് ഏതെങ്കിലും ജയിലിൽ പിടിച്ചിട്ടേക്കണ പോലെ അവർക്ക് തോന്നരുത്. അവർ സ്വതന്ത്രരാണെന്ന് തോന്നണം, അവർ മനുഷ്യരാണ്, മനുഷ്യത്വമുള്ളവരാണെന്ന് തോന്നണം. അപ്പോൾ അവർക്ക് ആ അഭിമാനം നിലനിർത്തി അവിടെ താമസിക്കുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം, നല്ല മരുന്ന് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് അവരെ എവിടെയെങ്കിലും മുറിയിൽ പൂട്ടിയിടുക എന്നുള്ളതല്ല, ഓരോ വാർഡിനും ഏത് സമയത്തും ഉപയോഗപ്പെടുത്താവുന്ന ആ വാർഡിൻ്റെ തന്നെ അതിന് 3-1 വലിപ്പമുള്ള ലോഞ്ചുണ്ട്. അപ്പോൾ അവർക്ക് റിക്രിയേഷനുള്ള സൗകര്യമുണ്ട്, TV ഉണ്ട്, അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവരതിന് ഉപയോഗപ്പെടുത്തും. ഹോസ്പിറ്റലിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ ഈ മനുഷ്യർക്കെല്ലാം, അതായത് ആശുപത്രിയിൽ OP കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൻ്റെ തന്നെ ഒരു വലിയ അകത്തളത്തിൽ സമ്മേളിക്കാനും പന്ത് കളിക്കാനും എല്ലാത്തിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവർ ഒരിക്കലും അവരെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ അവർ വൈകുന്നേരം സന്ധിക്കുന്ന എല്ലാവരും കൂടി പ്രാർത്ഥനയും പാട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മാറിയ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നത് വഴി, നല്ല മരുന്ന് കിട്ടുന്നത് വഴി, അതായത് വളരെ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള സൈക്കാട്രിസ്റ്റൊക്കെയാണ് അവിടെ ജോലി എല്ലാ തരത്തിലും. ഇപ്പോൾ ക്വാളിറ്റി വൈസിൽ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നല്ലൊരു സൈക്കാട്രിക് ആശുപത്രി ആയിരിക്കും. അപ്പോൾ അത് സഭയ്ക്കില്ലാത്തത് കൊണ്ടും ഈ ഒരു പരിഗണന മറ്റ് ആശുപത്രികളിൽ ഇല്ലാത്തത് കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ആശുപത്രി തുടങ്ങുന്നത്. അല്ലാണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു മിഷനാണ് എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഞങ്ങൾ പാമ്പാക്കുടെ ആരംഭിച്ചിരിക്കുന്ന സമന്വയം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അത് യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്രമായി പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഒത്തുചേരാനുള്ള സ്ഥലമാണ്. പഠന സൗകര്യങ്ങളുണ്ട്, ലൈബ്രറി ഉണ്ട്. ഞങ്ങൾ തന്നെ പരിപാടികൾ ആസൂത്രണം ചെയ്ത് ജനങ്ങളെ വിളിക്കാറുണ്ട്, നമ്മുടെ ആൾക്കാരെ വിളിക്കാറുണ്ട്. അപ്പോൾ അതുവരെ നമ്മുടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ അൽമായ രംഗത്ത് അൽമായ നേതൃത്വം എന്ന് പറയുന്ന ഏതാണ്ട് ഇല്ലാതായൊരു സാഹചര്യത്തിൽ അൽമായരെ
വേദശാസ്ത്രപരമായിട്ടും ഒക്കെ ഉദ്ധരിക്കുകയും അല്ലെങ്കിൽ വളർച്ച കൊടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക, സഭയുടെ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ നടത്താനുള്ള നല്ല സൗകര്യങ്ങൾ സൃഷ്ടിക്കുക ഒക്കെയാണ്. അത് പലപ്പോഴും അങ്ങനെ ഒരു കോൺഫറൻസ് സെൻറ്റർ എന്നുള്ള രീതിയിൽ നമുക്കില്ല. പിന്നെ അതുപോലെ തന്നെ മലങ്കര സഭയിൽ വളരെ ആസൂത്രിതമായ ആദ്യം പ്രീ മാരേജ് കൗൺസിലിംഗ് ഒക്കെ തുടങ്ങി ഞങ്ങളാണ്. അതുപോലെ വിവാഹം കഴിച്ച ഫാമിലി എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം, പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പല ചർച്ചകൾ അവിടെ നടത്താറുണ്ട്. എല്ലാ പാർട്ടികളിൽ നിന്നും, മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, ഇപ്പോൾ പാർട്ടി ഇല്ലാത്തവർ, ഗാന്ധിയന്മാർ, അവരെല്ലാം അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ മതേതരവും മതപരവുമായിട്ടുള്ള എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ പരിപാടി ആലോചിക്കുന്ന ചില കാര്യങ്ങൾ, ഈ നാട്ടിലുള്ള എൻ്റർപ്രനേഴ്സിൻ്റെ ഫെലോഷിപ്പ്, വക്കീലന്മാരുടെ, അങ്ങനെ പ്രൊഫഷണൽ ഗ്രൂപ്പുകൾ, ടീച്ചേഴ്സിൻ്റെ, അവരുടെയൊക്കെ ഫെലോഷിപ്പുകൾ ഇത് കേന്ദ്രമായിട്ടുണ്ടാക്കുക. ഇതൊരു ചാരിറ്റി അല്ല, പക്ഷേ സഭയുടെ വളർച്ച എന്ന് പറയുന്നത് ചാരിറ്റി എന്ന് പറയുന്നതിലേക്ക് ഒതുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഒരു പ്രബുദ്ധത എന്ന് പറയുന്നത്, എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അന്ധമായൊരു സഭയാണ്. സെൽഫ് ക്രിട്ടിക്കലാകാനും ക്രിട്ടിസൈസ് ചെയ്യാനും കരുത്തും ത്രാണിയുള്ള ഒരു സമൂഹം ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി മനുഷ്യരെ വായടപ്പിച്ചും ഉഗ്രശാസനം നടത്തിയല്ല, അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്താൽ സ്വാതന്ത്ര്യം പറയാനുള്ള ത്രാണി സൃഷ്ടിക്കും, അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു പഠനം കൊണ്ടൊക്കെ പറഞ്ഞ് ഞാൻ ഏതെങ്കിലും ഒരു സഭയുടെ ഡിസിപ്ലിൻ അനുസരിച്ചുള്ള സെമിനാരി പഠിക്കാത്തതുകൊണ്ട് ഇച്ചിരിയൊക്കെ തറുതല പറയാനും പഠിച്ചത് ആ പഠന കാര്യത്തിൻ്റെ അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം ബാക്കിയുള്ളവർക്കും കിട്ടണം. അന്നെങ്കിൽ മാത്രമേ സഭയിലെ എല്ലാം ഓച്ചാന ചെയ്യുന്ന എല്ലാം കേട്ട് അനുസരിക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് ക്രിയേറ്റീവായിട്ട് സഭയുടെ വളർച്ചയിൽ പങ്കുചേർക്കുക, ഒരു പാർട്ടിസിപ്പേറ്ററി ഒരു സമൂഹത്തെയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അവിടെ ഒരു അടിയാനും ഉടയനും ബന്ധത്തിലല്ല സഭാമേലധ്യക്ഷന്മാരും ജനങ്ങളും ഉള്ളത്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് പോകുന്ന ഒരു സഭയെ പറ്റിയുള്ളൊരു വിഷൻ, അത് എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു ക്ലർജി, എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു അൽമായ സമൂഹവും സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ളൊരു പ്രസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് അതങ്ങ് തുടങ്ങിയത്. വേറെ പറഞ്ഞുള്ളത് ഈ പാരപ്ലേജിക്സിന് വേണ്ടി, അതായത് നടുവ് ക്ഷതം ഏറ്റതിൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് അതിനുവേണ്ടി പ്രധാനമായിട്ടും സൗത്ത് ഇന്ത്യയിൽ തന്നെ അതുപോലൊരു പ്രസ്ഥാനമില്ല. അവർക്ക് വെല്ലൂർ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് വീട്ടിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യം. അവർ സാധാരണ ജീവിതത്തിലേക്ക് അവരെ എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആണ്. അതിൻ്റെ റീഹാബ് പദ്ധതിയും ഞങ്ങൾ പുതിയ ഒരു പദ്ധതിയായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ 40 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. അപ്പോൾ അതും കേരളത്തിൽ ഇല്ലാത്ത, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനത്തിൽ വളരെ ആകർഷകരായിട്ടാണ് നമ്മുടെ മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിൽ അവരുടെ മക്കൾ എല്ലാവരും കൂടി ചേർന്ന് അതിന് കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്താണ് ഇപ്പോൾ എൻ്റെ ഒരു പുതിയ വിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ സഭാജനങ്ങൾ ഇതിനെപ്പറ്റി വളരെ കോൺഷ്യസ് ആവേണ്ടത്, എവിടെയാണ് നന്നായിട്ട് നടക്കുന്നത് വളരെ ഒരു സഹകരണം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള പ്രസ്ഥാനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു ഓൾഡ് ഏജ് ഹോമാണ്. ഉണ്ടായത് സത്യത്തിൽ നമ്മുടെ ഒരു അച്ഛൻ, അൺമാരീഡ് ആയിട്ടുള്ള അച്ഛനായിരുന്നു. അച്ഛൻ പ്രായമായപ്പോൾ അദ്ദേഹത്തിന് നോക്കാൻ ആരുമില്ല, മറ്റെവിടെയോ ആക്കിയിട്ട് വളരെ അസ്വസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി തുടങ്ങിയതാണ്. ഇപ്പോൾ ആദ്യത്തെ തുടങ്ങിയ കാലത്ത് ഇങ്ങനെ ഒരു നീഡിനെ പറ്റി എനിക്ക് അത്രമാത്രം ബോധ്യമില്ലായിരുന്നു, അത് ശരിയാണോ എന്ന് വരെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് എനിക്ക് വളരെ ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ലൈഫിൻ്റെ ലോഞ്ചിവിറ്റി കൂടിയതോടുകൂടി ഒത്തിരി വൃദ്ധന്മാരുണ്ട ഒരു സമൂഹമായി തീർന്നു. ഇനി കൂടുതൽ വൃദ്ധന്മാരുണ്ടാകും, നോക്കാൻ ആളില്ലാത്തത്, കുട്ടികളുടെ എണ്ണം കുറയുന്നു, അവർ ജോലിക്ക് വേണ്ടി പല നാടുകളിൽ എത്തുന്നു. ഈ വീട്ടിൽ വാർദ്ധക്യത്തിലെത്തിയ ആൾക്കാർ ഉള്ളൊരു സാഹചര്യത്തിൽ പോലും അവർക്ക് ക്രിയാത്മകമായിട്ട് സന്തോഷകരമായിട്ട് കഴിഞ്ഞുകൂടാനുള്ള ചുറ്റുപാടുണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇവരെ പോലെയുള്ള ആൾക്കാർ ഒന്നിച്ചൊരു താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ, അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും ഒന്നിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ അവർക്ക് സാധിക്കും. അപ്പോൾ ഈ വീട്ടിലെ അന്തരീക്ഷത്തിൽ ഒരുപക്ഷെ നല്ലതായിരിക്കും, നല്ലതായിട്ട് നടക്കുന്ന ഒരു വൃദ്ധസദനത്തിലെ കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനേക്കാളും ഒരു പരിധി വരെ സമയമില്ലാഞ്ഞിട്ടും ചിലപ്പോൾ ഒരു അവഗണന കൊണ്ടും ജീവിക്കുന്നതിനേക്കാളും നല്ലതാണ് അവരുടേതായ ഒന്നിച്ച് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാകുക. രണ്ടാമത് ഞാൻ കണ്ട ഒരു പ്രത്യേക, അതിന് ചിലപ്പോൾ മക്കളില്ലാത്തവർ കാണും,
ചില ഭാര്യ മരിച്ചുപോയി, ഭർത്താവ് മരിച്ചുപോയ ആൾക്കാർ കാണും. ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ജീവിതത്തിന് ഒരു 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 നല്ല ഇടമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രത്യേകിച്ച് സഭയുടെ ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ മിക്കവാറും കുർബാനയൊക്കെ കാണും. വാർദ്ധക്യത്തിലെത്തുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ ആഗ്രഹമാണ് വൈകുന്നേരം ഒരു നേരമെങ്കിലും ഒന്നിച്ച് ബാക്കിയുള്ളവരും ചേർന്ന് പ്രാർത്ഥിക്കുക, ഞായറാഴ്ച പള്ളിയിൽ പോവുക. ഇതൊന്നും വൃദ്ധർക്ക് സാധിക്കുന്ന കാര്യമല്ല. ആരും വീൽ ചെയറിൽ കാരണന്മാരെ പള്ളിയിൽ കൊണ്ടുപോകാറുമില്ല. അവർക്കും അവിടെ കംഫർട്ടബിൾ ആവില്ല. ചെല്ലുന്നവർക്കും ഇത് വീട്ടിലിരുന്നാൽ പോലെ എന്ന് ബാക്കിയുള്ളവർ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഉള്ളിടത്ത് അവർക്ക് ഞായറാഴ്ച വിശുദ്ധ കുർബാന സംബന്ധിക്കാനും വൈകുന്നേര സന്ധ്യാനമസ്കാരങ്ങൾ പ്രാർത്ഥനകൾ സംബന്ധിക്കാനും വല്ലപ്പോഴും പാട്ട് കാണാനൊക്കെ ഒരു സാഹചര്യം കൂടെ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ വൃദ്ധസദനം എന്ന് പറയുന്നത് നമ്മൾ അതേപടി എടുത്ത് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. അത് കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്, മാത്രമല്ല വൃദ്ധരുടെ ഒരു ആവശ്യം കൂടെയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട. സഭ കഴിഞ്ഞ പ്രാവശ്യം അവരെ സംരക്ഷിക്കുന്നതിനെ പറ്റി സഭ ഈ ഹ്യൂമൻ എംപവർമെൻറ്റ് പ്രോജക്റ്റ് വളരെ ഗൗരവമായിട്ട് ചർച്ചയൊക്കെ ചെയ്തു. ചർച്ച ചെയ്തതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തുമാത്രം ഉണ്ടായി സഭാതലത്തിലൊന്നും ഏതായാലും ഒന്നും ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ ഇടയ്ക്ക് അതിനെപ്പറ്റി അവയർനെസ് ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചു. കാരണന്മാരെ കാര്യമായിട്ട് നോക്കണമെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഇതുപോലുള്ള നല്ല ഭവനങ്ങളിൽ അവരെ ആക്കുകയും വല്ലപ്പോഴും വീട്ടിൽ കൊണ്ടുപോയി സമയമുള്ളപ്പോൾ അവരെ കൊണ്ടുപോയി ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുകയായിരിക്കും കുറേ കൂടെ എനിക്ക് തോന്നുന്നു കാഴ്ചപ്പാടിൽ വ്യത്യാസം വന്നൊരു വളരെ യാഥാസ്ഥികമായ കാഴ്ചപ്പാടുകളോട് കാര്യങ്ങൾ കാണുകയല്ല, പ്രശ്നങ്ങളുടെ സങ്കീർണത മനസ്സിലാക്കി അപ്പോൾ ആ ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ വടകരയ്ക്കടുത്ത് തന്നെ ഞങ്ങളൊരു ഡെസ്റ്റിറ്റ്യൂട്ട് ഹോം, ഇത് പ്രധാനമായിട്ട് അച്ഛന് വേണ്ടിയുള്ളതെന്ന് പറഞ്ഞാൽ പണമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. എന്ന് വെച്ചാൽ പണം എന്ന് വെച്ചാൽ വലിയ സാമ്പത്തിക ശേഷിയൊന്നും ആവശ്യമില്ല ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ. 10 സെൻറ്റ് സ്ഥലം ഉള്ള ഒരു കാരണവർക്ക് അത് വേണമെങ്കിൽ വിറ്റ് കഴിഞ്ഞാൽ അവിടെ വന്ന് ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പോൾ ഒരു വലിയ പണക്കാർക്ക് വേണ്ടി മാത്രമല്ല, പക്ഷേ ആരും ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടി ഉള്ളൊരു ഹോം ഞങ്ങൾ വടകരയ്ക്കടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിർധനരായ ആൾക്കാർക്ക്, പക്ഷേ ചെറുതായിട്ട് തുടങ്ങിയുള്ളൂ, കെട്ടിടമൊക്കെ തീർന്ന ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടിയാണ് അതും ചെയ്യുന്നത്. ഒരു പൈസ പോലും അവിടുന്ന് ഉണ്ടാക്കി വേറൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ മാറ്റാറില്ല. അതിന് എന്തെങ്കിലും അവിടുന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വിനിയോഗിച്ച് അതിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. പിന്നെ NRI പേരൻസ് അങ്ങനെ ഉദ്ദേശിച്ചോണ്ടോ? NRI അല്ലല്ല, അങ്ങനെയില്ല. ഒരുപാട് സാധുക്കളായ മനുഷ്യരും താമസിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാന്നുള്ള രീതിയിലല്ല ഞങ്ങൾ അതിനകത്ത് ഇങ്ങനെ പണം ഉണ്ടാക്കാനായിട്ട്. മാത്രമല്ല അവിടെ ഒരു വേറൊരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ കാരണവർ മാത്രമല്ല, ആ കോലഞ്ചേരിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ചെറിയ ജോലികളുള്ള അവർ പെൺകുട്ടികളെ എങ്ങനെ അവിടെ താമസിപ്പിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു മിക്സിങ് അവിടെ വരുന്നുണ്ട്. ഈ പ്രായമുള്ളവർ തന്നെ താമസിക്കുമ്പോഴുള്ള ഒരു പ്രയാസമുണ്ട്. പെൺകുട്ടികളാകുമ്പോൾ അവരോട് കുറേ അന്വേഷിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ 2 കാര്യങ്ങൾ ആത്മീയ രംഗത്തുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ തുടങ്ങിയത്. സാധാരണ ഇതിൽ കത്തോലിക്ക സഭയിലൊക്കെയുള്ള ഈ 1 വീക്ക് റിട്രീറ്റ് എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്ന ഒരു നല്ല കാര്യമായിരിക്കും. എന്ന് വെച്ചാൽ ഏതെങ്കിലും സമയത്ത് ഒരാഴ്ച അവധിയെടുത്ത് നമുക്ക് പള്ളികളിൽ പോയി ഭജന ഇരിക്കുക എന്നൊക്കെ പറയുന്നത്, അവിടെ പോയിരുന്ന് വേദവസ്തം വായിച്ച് മനുഷ്യൻ മടുക്കും എന്നുള്ളതല്ലാതെ അതിനകത്തൊരു മെൻറ്റർ ഇല്ലല്ലോ. അവിടെ ആരും ഇല്ല പ്രത്യേകിച്ച് നോക്കാണ്ട്. പള്ളിക്കകത്തിരുന്ന് വേദവസ്തം വായിക്കുക, പാമ്പാക്ക നമസ്കാരം ആദ്യം തൊട്ട് അവസാനം വായിക്കുക എന്നൊക്കെ ഉള്ളതല്ലാതെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ഏതെങ്കിലും കാര്യങ്ങളെപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 ഒരെണ്ണം ഇപ്പോൾ ക്രമമായിട്ട് നടത്തുന്ന, ഒരെണ്ണം ആഴ്ചയിലൊരിക്കൽ ഒരു ദിവസത്തെ ആയിട്ട്. ഈ ധ്യാന കേന്ദ്രം എവിടെയാണ്? ഒരു പക്ഷേ സഭയിൽ ഒരുപാട് പേർക്കും ഇത് അറിയില്ല. തിരുമേനി പറഞ്ഞ പോലെ കത്തോലിക്ക സഭയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് മുരിങ്ങൂർ. ഇവിടെ ഒരുപാട് പേര് പോകുന്നുണ്ട്, ഓർത്തഡോക്സുകാർ ഉൾപ്പെടെ. നമ്മുടെ സഭയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നുള്ളത് പുറത്ത് അറിയില്ല. അതിനെപ്പറ്റി തിരുമേനി കൂടുതലായിട്ടൊന്ന് പറഞ്ഞാൽ. അത് കോലഞ്ചേരിയിൽ നമ്മുടെ വലിയ പള്ളിയുടെ അടുത്ത് സമീപത്തായിട്ടാണ്, സുഖത എന്ന് പറയും പേര്. അപ്പോൾ അവിടെ ഒരു 100 പേർക്ക് വരെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എല്ലാ ഓൾട്ടർനേറ്റ് വീക്കിലും അവിടെ ഞായറാഴ്ച ധ്യാനം തുടങ്ങി വെള്ളിയാഴ്ച കുർബാനയോടുകൂടി എല്ലാവരും കുർബാന അനുഭവിച്ച് അവസാനിപ്പിക്കുന്ന ഒരു പതിവാണ്. സൺഡേ കുർബാനയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഒരു വലിയ ക്രൗഡൊന്നും വരാറില്ല. ഒരു 30, 40, 50, 60 പേരൊക്കെ ആഴ്ചകൾ വരും. നമ്മുടെ ആൾക്കാർ മാത്രമല്ല. ഇപ്പം ഞാൻ ഇതിനകത്ത് ഈ സ്ഥാപനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ഇവിടെ ഓർത്തത്, നമ്മൾ ഈ സാധാരണ രീതിയിലുണ്ടായി ഈ ചാരിറ്റി സ്ഥാപനങ്ങളുണ്ടല്ലോ, ഈ ഓർഫനേജ് മാത്രമുള്ള, അവിടെ ഒന്നും ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നില്ല. ആരെങ്കിലും ഒരു ആവശ്യക്കാരൻ വന്നു അവിടെ താമസിച്ചു എന്നുള്ളതാണ്. അതിന് പിന്നാലേക്ക് വരാം. എന്തെങ്കിലും നമ്മുടെ ഈ പ്രസ്ഥാനങ്ങളെല്ലാം സമൂഹമായിട്ട് ഇൻട്രാക്ഷൻ ഉള്ള പ്രസ്ഥാനങ്ങളാണ്.
അതായത് ജനങ്ങളുടെ ശ്രദ്ധ വരുന്നതും ജനങ്ങൾ അവിടെ വരികയും പോവുകയും ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ഇതല്ലാതെ. അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു പ്രസൻസും നമ്മുടെ ശുശ്രൂഷ ആ സമൂഹത്തിൽ തന്നെ അതിനൊരു സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിരുന്നേ. അപ്പോൾ ഇതിനകത്താണെങ്കിലും ഇപ്പം ഈ കക്ഷി വഴക്കൊണ്ട് വളരെ പ്രശ്നം ബാധിതമായ പ്രശ്നങ്ങൾ. അപ്പോൾ പാത്രിക്കീസ് കക്ഷിയിൽ അല്ലെങ്കിൽ യാക്കോബായ ക്രിസ്ത്യാനി സഭയിലെ ആൾക്കാരാണ് അവിടെ വരുന്നത് ചുരുങ്ങിയത് പകുതി പേരെങ്കിലും. അപ്പോൾ അവരവിടെ വന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഇതിങ്ങനെ ഭീകരന്മാരൊരു സഭയല്ല, അല്ലെങ്കിൽ പ്രസ്ഥാനമല്ല ഈ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത്. അവർ പള്ളികളിലൊക്കെ വിളിച്ച് പറയുന്നത് പോലീസും പട്ടാളമായിട്ട് നമ്മൾ ശല്യം ഉപദ്രവിക്കുന്ന ഒരു കൂട്ടം എന്നൊക്കെ പറഞ്ഞു. അതല്ല, വളരെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സഭയാണെന്നുള്ള ഒരു ചിന്ത ജനങ്ങളിലുണ്ടാക്കാൻ വളരെ കാലക്രമം കൊണ്ട് സാധിക്കുന്നെങ്കിൽ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ആത്മീയ രംഗത്ത് ഉള്ള അതായത് ജനങ്ങൾക്ക് അവരോട് ചിലപ്പോൾ അച്ഛന്മാരോട് ചിലപ്പോൾ അവരുടെ കുടുംബകാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് നല്ല കോൺഫിഡൻസ് കാണില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യം കുടുംബ പ്രശ്നങ്ങൾ തൊട്ട് വ്യക്തി പ്രശ്നങ്ങൾ തൊട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രശ്നമുള്ള ആൾക്കാരാണ് ഒത്തിരി പേര് വരുന്നത്, അല്ലാത്ത ആൾക്കാരും വരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതുപോലെയുള്ള ആത്മീയ അതായത് ഒരാഴ്ച താമസിച്ച് ധ്യാനിക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ മലങ്കര സഭയിൽ മുഴുവനുണ്ട്, ഒത്തിരി ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റേതായ ഒരു വലിയ ഒരു പാസ്റ്റൽ കെയർ ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ പാസ്റ്റൽ കെയർ എന്ന് പറഞ്ഞ സംഗതി ഇല്ലാതെ ആയിട്ടുണ്ട് ഏതാണ് പലയിടത്തും. എന്നത് അച്ഛൻ വന്നു കുർബാന ചൊല്ലി തിരിച്ചു പോയി വീട്ടാവശ്യങ്ങൾ നടത്തി പോവുക, അതോടുകൂടി തീർന്നു എന്ന് പറയുന്നിടത്ത് അന്വേഷിച്ച് വരുന്നവർക്കെങ്കിലും പാസ്റ്റൽ കെയർ കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ. അതുകൊണ്ട് ഞങ്ങളുടെ കുറച്ച് ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, മറ്റുള്ളവർക്ക് പോയി പ്രാർത്ഥനയോ നടത്തുക ചെയ്യാറുണ്ട്. ഒരുപക്ഷെ ആന്തരിക സൗഖ്യമില്ലായ്മയാണ് പുറത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളെയും കാരണമെന്ന് സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട്. അതിനുള്ള പരിഹാരം ഈ ആത്മീകമായ ഹീലിംഗ് മാത്രമാണ്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏറിയാണ്. അത് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരു എക്സ്പെരിമെൻ്റൽ വൈസ് നമ്മൾ തുടങ്ങിയ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ അതിനകത്ത് കാണും. ഇതൊക്കെ തുടങ്ങിയത് ഞാനൊരു തുടങ്ങുന്നല്ല, ഏതെങ്കിലും ആൾക്കാരിങ്ങനെ കത്തോലിക്ക സഭയിൽ പോയി ഇങ്ങനെ ധ്യാനം നടത്തിയ ആൾക്കാർ തിരുമേനി നമുക്കും കൂടെ വരണം തുടങ്ങുന്നല്ലോ എന്നാവശ്യപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ ഒരു നേതൃത്വത്തിൽ അങ്ങനെ ആത്മീയ അനുഭവം ഉണ്ടായ ആൾക്കാരുടെ നേതൃത്വത്തിൽ തുടങ്ങുന്നത്. അല്ലാണ്ട് ഞാനിത് ഒരു പ്രസ്ഥാനം അടിച്ചേൽപ്പിക്കാറില്ല. അതിനൊരു സ്വാഭാവികമായ എമർജ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും നാട്ടിൽ കൊണ്ടുപോയി ഇവിടെ ഇരിക്കട്ടെ ഒരു പ്രസ്ഥാനം അങ്ങനെ ഉണ്ടാകുന്നതല്ല. അവിടെ ഏതെങ്കിലും അതിൻ്റെ ഒരു പശ്ചാത്തലം കാണും, ആ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നതാണ്. അത് മാത്രമല്ല, ഇതെപ്പോഴും ഈ പ്രസ്ഥാനം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഐസൊലേറ്റഡ് ആയിട്ട് ആവാതെ ഒരു കമ്മ്യൂണൽ എഫർട്ടായിട്ടാണ് അത് വരുന്നത്. എപ്പോഴും അതിന് ചുറ്റുപാടുമായിട്ട് കുറേ ആൾക്കാർ കാണും. ഒരു പ്രസ്ഥാനം തുടങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ. അത് ഞാനവിടെ വെക്കുന്ന ഒരു എൻ്റെ ഏതെങ്കിലും ഒരു ശിങ്കടിയോ ആരെങ്കിലും വെച്ച് മാനേജ് ചെയ്യുന്നൊരു പരിപാടിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുയോഗ്യം തിരഞ്ഞെടുത്ത ഒരാളല്ല. അവിടുന്ന് തന്നെ ആ ഒരു കമ്മ്യൂണിറ്റി സൃഷ്ടിക്കുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ അതിൽ നിന്ന് തന്നെ ലീഡർഷിപ്പ് കൊടുക്കുന്ന ആൾക്കാരും വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷനിങ് എന്ന് പറയുന്നത്, എല്ലാത്തിൻ്റെ അതുപോലെ തന്നെ. അപ്പോൾ എനിക്ക് അതിനകത്തൊരു ഞാൻ പറഞ്ഞൊരു മൈക്രോ മാനേജ്മെൻറ്റ് പോകേണ്ട കാര്യമില്ല. ഒരു ഓവറോൾ സൂപ്പർവിഷൻ മതിയാവും. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ പാകപ്പഴകളൊക്കെ ഉണ്ടാവും, അവർ തിരുത്തും. അങ്ങനെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഒരുപക്ഷെ ഇത് വടക്കൻ ഭദ്രാസനത്തിൽ ഇത്തരം ഒരു ശുശ്രൂഷ വ്യത്യസ്തമായ രീതിയിൽ നടക്കുന്നു എന്നുള്ളത് തെക്കൻ ഭദ്രാസനത്തിലേക്കോ അല്ലെങ്കിൽ മലങ്കര സഭ ആഗമനമോ അറിയപ്പെടുന്നില്ല. തിരുമേനിയുടെ ഇത്തരം പ്രസ്ഥാനങ്ങളെ പുറലോകം അറിയിക്കുവാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ മാഗസിനുകളോ മറ്റെന്തെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മൾ സത്യത്തിൽ അതൊരു പോരായിയാണ്. ഒന്നാമത് എനിക്ക് ഈ ആധുനിക ഈ വാർത്താവിനിയ രംഗത്തുള്ള പരിചയക്കുറവെന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാകേണ്ടതാണ്. അത് ഒരുപക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നെ ഉണ്ടാക്കിയ പ്രസ്ഥാനങ്ങൾ. ഞാൻ പലതും ഉണ്ടാക്കിയത് ഒരു അടുത്ത കാലത്ത് പള്ളിയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ പള്ളിക്കാർക്ക് അവിടെ എന്തെങ്കിലും അവർക്കൊന്ന് കൂടി വരാൻ സൗകര്യമുള്ള ഒരു ICSE സ്കൂൾ തിരുവാങ്കുളത്ത് തുടങ്ങി, CBSE സ്കൂള്, അതുപോലെ നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റൽ, ഇതെല്ലാം തുടങ്ങിയപ്പോൾ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു എഫർട്ടായിട്ടാണ് അത് വന്നത്. എന്ന് വെച്ചാൽ സാമ്പത്തികമായ ഇൻവോൾവ്മെൻറ്റ്, ഒപ്പം തന്നെ അവരുടെ അതിനകത്ത് നടത്തിക്കൊണ്ട് മാനേജ്മെൻറ്റിലും അതിൻ്റെ അവരെ ഇൻവോൾവ് ആക്കിയിട്ട്. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണിക്കുന്നത്, ഏതെങ്കിലും ഒരു മെത്രാച്ചനോ അല്ലെങ്കിൽ സഭയിലെ ചുമതലക്കാരെ ലോകം മുഴുവൻ നടത്തി പിരിച്ചുകൊണ്ട് വരും. അത് കഴിഞ്ഞ് അവിടെ എന്തെങ്കിലും ഉണ്ടാക്കും. അതിന് ഏതായാലും
അതിന് പ്രത്യേകിച്ച് ബന്ധപ്പാടൊന്നും ഇല്ലാത്ത ആരെങ്കിലും അതിന് ചുമതലക്കാരാക്കും. അവർ ചിലപ്പോൾ ഇൻകോമ്പറ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി പൈസ ചൂണ്ടുകയും ചെയ്യും. അപ്പോൾ അതായത് ആ പ്രസ്ഥാനം നന്നായിട്ട് വളരണമെന്നൊരു നിർബന്ധം. ചെറിയൊരു പ്രസ്ഥാനമാണെങ്കിൽ കുഴപ്പമില്ല. പ്രസ്ഥാനം വളരുമ്പോൾ വലിയ പ്രസ്ഥാനം ഉണ്ടാക്കണമെങ്കിലും ആ വലിയ പ്രസ്ഥാനം വളരണമെങ്കിലും കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം, അവരുടെ സാമ്പത്തികമായ ഇൻവോൾവ്മെൻ്റ് ആവശ്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾ ഈ ആശുപത്രി എന്ന് പറയുന്നതിൻ്റെ സ്ഥലമൊക്കെ വാങ്ങിച്ച് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ ഉണ്ട് 4 വർഷമായി തുടങ്ങി. എൻ്റെ 5 കോടി രൂപ ഇതിനോടകം മുടക്കിയിട്ടുണ്ട്. 5 കോടി രൂപ എന്നെക്കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ 10-30 പേരോട് 15 ലക്ഷം രൂപ വെച്ചത് ആ പണം പൂൾ ചെയ്യും. അപ്പോൾ അത്രയും പണം പൂൾ ചെയ്യുമ്പോൾ അവിടെ അവർക്കും ഉണ്ടല്ലോ ഒരു ഉത്തരവാദിത്തം, ഇത് നന്നായിട്ട് പോകുക, അവരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകും. അപ്പം മാനേജ്മെൻറ്റിന് ഈ പണം മുടക്കിയിരുന്നവർ അവരെല്ലാവർക്കും ചിലപ്പോൾ നാട്ടിലുണ്ടായിരിക്കുന്നില്ല. നാട്ടിലുള്ള ആൾക്കാർ അതിനകത്ത് സജീവമായിട്ട് പങ്കെടുക്കുകയും അത് വളർത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു സാമ്പത്തികമായ പ്രശ്നം പരിഹരിക്കാൻ ഇതൊരു മാർഗമാണെന്ന് മാത്രമല്ല, സഭാജനങ്ങളിൽ അവർ കൊടുക്കുന്ന പണത്തിനൊരു അംഗീകാരം കൂടിയാണ് അവർക്ക് ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കാശിങ് ഇതാന്ന് പറയും, 2 ലക്ഷമോ 10 ലക്ഷമോ തന്നിഞ്ച് പൊക്കോളാൻ പറയും. 4 ദിവസം കഴിയുമ്പോൾ ഇവനെ കൊടുത്ത കാര്യം മറന്നു പോകും, കൊടുത്ത ബന്ധവും പോകും. നമ്മൾ പണം കൊടുക്കുന്ന അക്നോളജ് ചെയ്യണം. അപ്പോൾ പണം കൊടുക്കുന്ന ആൾക്കാരെ കൊണ്ട് കാര്യം തന്നെ, അവർ നമ്മുടെ സഭയിലെ അംഗങ്ങളാണ്. മെത്രാച്ചൻ പോലെ തന്നെ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, അതിൽ അൽമായക്കാരെന്ന് പറഞ്ഞത്, അവർ ചേർന്ന് അത് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ് ചില പോളിസി മാറ്റേഴ്സ് എന്ന് പറഞ്ഞത്. അതിനകത്താണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കുറച്ച് പേർക്ക് എങ്കിലും സാമ്പത്തികത്തിന് അതൊരു ഭാഗം മാറ്റി വെച്ച് സർവീസ് കുറേയോടെ ഫ്രീ ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ ജോലി കൊടുക്കുമ്പോൾ കൊടുത്താൽ പോരാ, നല്ല ശമ്പളം കൊടുക്കണം. ഞങ്ങൾ സ്കൂൾ ഇപ്പോഴും കോടികളുടെ നഷ്ടത്തിലാവുകയാണ്. ഇപ്പോഴും നമ്മൾ നല്ല ശമ്പളം കൊടുക്കണം. അതുകൊണ്ട് ടീച്ചേഴ്സൊന്നും അവിടെ വന്നിട്ട് ആരും ഇട്ടിട്ട് പോകാറില്ല. അവർ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ ശമ്പളം കൊടുക്കാനായിട്ട് ഇപ്പോഴത്തെ നിലയിൽ പോലെ. എന്നാൽ ഞങ്ങളൊരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് അത് കുറേയോടെ ഒരു സർപ്ലസ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ടീച്ചേഴ്സിന് കൂടുതൽ ശമ്പളം കൊടുക്കുകയും സ്കൂളിൻ്റെ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇതെല്ലാം പോളിസി മാറ്റേഴ്സാണ്. അപ്പോൾ അതിന് ഒരു സഭയുടെ ഒരു മിഷൻ്റെ ഭാഗമായിട്ട്, അതായത് കാശ് ഈ ജോലി ചെയ്യുന്നവർക്ക് കാശ് കൊടുക്കാണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതും മിഷനായിട്ടാണ് നമ്മൾ കണക്കൂട്ടിയാണ്. അല്ലെങ്കിൽ അപ്പം അങ്ങനെയല്ല, ഇതിനകത്ത് ഇൻവോൾവ് ആകാൻ ആളെ കിട്ടുക, അവരെ സഭയിൽ ഇൻവോൾവ് ചെയ്യിക്കുമ്പോൾ അവരെല്ലാം സഭയുടെ മിഷനിൽ പങ്കുചേരുക. അപ്പം അതിനകത്ത് ഏതെങ്കിലും ഒരു എക്സ് ഓർ വൈയെ മാനേജറായിട്ട് വെച്ചിട്ട് മാനേജ് ചെയ്യുകയല്ല. സോ അത് ഒരു കമ്മ്യൂണിറ്റി അതിനകത്ത് ഇൻവോൾവ് ചെയ്യാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഇൻവോൾവ് ചെയ്യാനുള്ള കമ്മ്യൂണിറ്റിയെ സൃഷ്ടിക്കുകയും ചെയ്യാണ്. ചിലർക്ക് ചിലപ്പോൾ ആത്മീയ രംഗത്ത് പ്രവർത്തിക്കാനുള്ള താല്പര്യമുള്ളവർക്ക്, അവർക്ക് പണമൊന്നും കാണില്ല, അവർ ആ രംഗത്തുള്ള അവരുടെ ഗിഫ്റ്റ് ഉള്ള ആൾക്കാർ അവർ നമ്മൾ അതിനകത്ത് കൂട്ടി നിങ്ങളൊരു ധ്യാനമന്ദിരം നടത്തും. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി പേർക്ക് ഓരോ തരത്തിലും ഇൻവോൾവ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടും. അവരുടെ എക്സ്പെർട്ടീസ് സഭയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അവരെ സഭയുടെ മിഷൻ്റെ ഭാഗമായിട്ട് എടുക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ പഴയ രീതിയിലുള്ള ഈ സ്ഥാപന സ്ഥാപനം ഉണ്ടാക്കലും നിർത്തിവെക്കേണ്ട കാലം പണ്ടേ കഴിഞ്ഞാൽ. സഭ അതെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രസ്ഥാനം ഒരു മെത്രാജൻ, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ സഭയുടെ ഭദ്രാസനത്തിൻ്റെ ആക്കി കുറച്ച് സ്ഥാപനം ഉണ്ടാക്കി. എൻ്റെ കാലം കഴിയുമ്പോൾ മെത്രാജന് ഈ സാധനം അതിനൊരു താല്പര്യമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെർട്ടീസ് ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സമന്വയ സെൻറ്റർ എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തൊരു പ്രസ്ഥാനം ഉണ്ടാക്കി, പഠന സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി. മെത്രാജന് പഠനത്തോട് തന്നെ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ അത് കൂട്ടിക്കെട്ടും. അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു താല്പര്യം അനുസരിച്ച് പ്രസ്ഥാനം നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ക്ലാഷ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അത് നടക്കുന്ന രീതിയിലേക്ക്. അപ്പോൾ ഇത് മാറിയിട്ട് ഇതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യും. അവരുടെ സാമ്പത്തികവും അവരുടെ എക്സ്പെർട്ടീസും എല്ലാം അതിനകത്ത് ഇൻവോൾവ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു അസാന്നിധ്യത്തിൽ ആ പ്രസ്ഥാനം വളരുകയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ബിഷപ്പിനോട് കൂടി തീർന്നതായിരിക്കില്ല അദ്ദേഹം തുടങ്ങി വെച്ച പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ആ പ്രസ്ഥാനം വളരണം. ഒപ്പം തന്നെ അത് ഈ ലോകം മുഴുവൻ എന്നും പിരിച്ച് 4 പിള്ളേരെ എവിടെയെങ്കിലും താമസിച്ചിട്ട് 40 പേർക്ക് വേണ്ടി കാശ് മേടിക്കുന്ന ഒരു പ്രസ്ഥാനമാകരുത്. അതൊരു ബിസിനസ്. ഇപ്പം ചാരിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ബിസിനസ്. അല്ലാന്ന് വെച്ചാൽ മനുഷ്യർക്ക് എറിക്കുകയോ നമ്മുടെ പറഞ്ഞ സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ വേറെ വല്ലതും ഉണ്ടാക്കിയത് മനുഷ്യർക്ക് മെത്രാജന് വട്ടാന്ന് പറയും. അപ്പോൾ ആ പണം കിട്ടാനൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ആ പണം കിട്ടുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഇതുപോലെ ഉണ്ടാക്കി അത് ഈ പണം കൊടുക്കാത്ത ആൾക്കാർ അത് മാനേജ് ചെയ്ത് ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പോൾ അത് മുന്നോട്ട് പോകില്ലാത്തൊരു സാഹചര്യമാക്കുകയല്ല വേണ്ടത്. അതിൽ തന്നെ സാവകാശം അവിടെ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യുകയും
അതിൻ്റെ ഒരു പിൻബലത്തിൽ സംഗതി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്ന ഒരു 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 സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അതുവഴി നമുക്കതിനകത്ത് വലിയ ഫലം. ഇപ്പം എനിക്ക് ഈ സ്ഥാപനങ്ങളൊന്നും ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിക്കേണ്ടൊന്നും കാര്യമില്ല. അതിൻ്റെതായ ഒരു പ്രവർത്തന പാതയുണ്ട്, അതിനെ പൊക്കോളും. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് കാര്യം അതിന് ബഡ്ജറ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അതിന് പ്രത്യേക കാര്യം ചെയ്യും. അപ്പം അത്തരത്തിലേക്ക് മാറി ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പാമ്പാക്കടയുള്ള ഈ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, അപ്പം അതിൻ്റെ ഈ ഇന്റർനാഷണൽ കോൺസെപ്റ്റ് ഉള്ളത് തിരുമേനിക്ക് അത് എങ്ങനെ തിരുമേനി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു? ഈ മലങ്കര സഭയിൽ പല കാര്യത്തിൽ ഉപയോഗിക്കാം. ഞാൻ ഓർക്കുക, ഇവിടെ ഒരു സിനഡ് നടത്താൻ സ്ഥലമുണ്ട്, താമസിക്കാൻ സ്ഥലമില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറേ പേര് വീട്ടിൽ അരമനയിൽ പോകും, കുറച്ച് പേര് പഴയ സെമിനാരിൽ പോകും. ഇങ്ങനെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും അതിപ്പോൾ സഭയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമുള്ള കാര്യം കേട്ടോ, എനിക്ക് നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ ഈ ബിഷപ്സ് എല്ലാം കൂടെ ഒരാഴ്ച ഒന്നിച്ച് താമസിച്ചത് എന്ന് വെച്ചാൽ ഈ സിനഡ് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്ത് അജണ്ടയിൽ കുറേ കാര്യങ്ങൾ കണക്ക് നോക്കുക, അവിടെ ഇവിടെയൊക്കെ കുറേ ഡിസിപ്ലിനറി കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. അപ്പോൾ ഈ സത്യത്തിൽ നടക്കേണ്ട ഇതിൻ്റെ ഒരു ഈ അജണ്ട ചർച്ച ചെയ്യുന്ന ആ ഒരു സമയം കഴിഞ്ഞുള്ള സമയത്ത് ബിഷപ്സിനെ ഒന്നിച്ച് താമസിക്കാനും സബ് കമ്മിറ്റികൾ കൂടാനും അങ്ങനെയൊക്കെയുള്ള സൗകര്യമാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഇന്നിപ്പോൾ മലങ്കര സഭയ്ക്കില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, സഭയുടെ ആവശ്യത്തിന് വേണ്ടി സഭാ നേതൃത്വത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിന് 10 100 അത് കൂടുതൽ 200 പേർക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റിയ ഒരു സൗകര്യം ഉണ്ടാക്കേണ്ടതൊരാവശ്യമുണ്ട്. രണ്ടാമത് ഉള്ളതെന്ന് വെച്ചാൽ സഭയുടെ പ്രസ്ഥാനങ്ങളുടെ ഏതെങ്കിലും ഗൗരവമുള്ള മീറ്റിംഗ് നടത്താനായിട്ട് അത് പ്രത്യേകിച്ച് വടക്കൻ ഭാഗങ്ങളിൽ നമ്മൾ അങ്ങനെയൊക്കെ നടത്തുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കപ്പെടും. ഇതെല്ലാം ഒരു ഭാഗത്ത്. രണ്ടാമത്തെ കാര്യം, സഭ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പല ആൾക്കാരെ, അതായത് ചിലപ്പോൾ എൻ്റർപ്രണേഴ്സിനെ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ ഗ്രൂപ്പുകളെ ആകാം, അവരുടെ എല്ലാം ചേർന്ന് മീറ്റിംഗ് ചേരുക, അവർക്ക് വേണ്ടി പ്രോഗ്രാം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അവർ കരുതുന്നതും അത്തന്നെയല്ല അവരുടെ ഒരു പങ്കാളിത്തം സഭയിൽ ഉറപ്പുവരുത്തുകയും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെൻറ്റർ നമുക്കില്ല. പിന്നെ പഠനത്തിന് വേണ്ടി ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ 8,000 പുസ്തകങ്ങളായിക്കഴിഞ്ഞു നമ്മൾ. അപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും വിഷയങ്ങൾ സംബന്ധിച്ചുള്ള പഠനങ്ങൾ സംബന്ധിച്ച് പരിപാടികൾ നമുക്ക് തന്നെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാം. പൊളിറ്റീഷ്യൻസിന് വേണ്ടി, ഇപ്പം പഞ്ചായത്ത് മെമ്പർമാർക്ക് വേണ്ടി, ദളിറ്റ്സിന് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള യൂത്തിന് വേണ്ടി, പ്രീ മാരേജ് കൗൺസിലിങ്, അല്ലെങ്കിൽ മാരേജ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാംസ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും. ഇപ്പം നമ്മൾ ഇപ്പം അവിടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടുത്തെ ഒരു വലിയ ഗാന്ധിയൻ നേതാവിനെ നമുക്ക് അവിടെ കൊണ്ടുവരുമ്പോൾ അവിടെ വരുന്നത് ഒരിക്കലും നമ്മുടെ ആൾക്കാർ മാത്രമല്ല, അയാൾ കേൾക്കാനായിട്ട് മറ്റുള്ള സമുദായക്കാരും മറ്റുള്ള പാർട്ടിക്കാരും എല്ലാം വരും. അപ്പോൾ അവിടെ അവിടെ ഒരു പഴയ ഒരു വേണു ഒരു ഉദാഹരണം പറഞ്ഞു. അദ്ദേഹം ഒരു മുൻ നക്സലൈറ്റാണ്. അദ്ദേഹം അവിടെ വന്നു. അപ്പോൾ എവിടെ എല്ലാ ആൾക്കാരും ഏതെല്ലാം തരത്തിലുള്ള ആൾക്കാർ, ഗോവിന്ദപിള്ള അവിടെ വന്ന് ടോക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ അവിടെ വരുന്ന ആൾക്കാർ ഒരു പ്ലേസ് ഓഫ് ഇൻറ്ററാക്ഷൻ. നമ്മൾ ആ ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രം നമ്മൾ ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഒരു പ്രസ്ഥാനവുമായിട്ട് മനുഷ്യർക്ക് അപ്പം ഈ ലോകവുമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊതു സമൂഹമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ നമുക്ക് വളരെ കുറവാണ്. അപ്പോൾ അതിനുള്ള ഒരു സൗകര്യം, ഒരുപാട് വ്യത്യസ്തമായ വഴികളിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു ബിഷപ്പായി അങ്ങ് പോവുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. ആ വ്യത്യസ്തമായ വഴികൾ എന്ന് പറയുന്നത് പുരോഗമനത്തിൻ്റെ വഴികൾ തന്നെയാണ്, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ തന്നെയാണ്. ഇത് സഭ അനുകരിക്കാൻ പറ്റുന്ന ഒരു നല്ല മാതൃകയല്ലേ തിരുമേനി? അതെ, ഈ പറഞ്ഞാൽ ഇത് ഓരോരുത്തരുടെയും പശ്ചാത്തലം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു ജീവിത പശ്ചാത്തലം, പഠന പശ്ചാത്തലങ്ങളെല്ലാം എന്നെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഇതൊരു മാതൃക എന്നുള്ള നിലയിലല്ല, എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അവരവരുടെ ശുശ്രൂഷ മേഖലകൾ മാതൃകകൾ സ്വയമായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കണം. ഈ പറഞ്ഞ പോലെ ഈ ഒരു ട്രഡീഷണലായിട്ട് ചില കാര്യങ്ങൾ ചാരിറ്റി നടത്തുക എന്ന് പറയുന്നതിലേക്ക് സഭാ ശുശ്രൂഷ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഇൻ്റഗ്രേറ്റഡ് ഒരു ഡെവലപ്മെൻറ്റ്, അതായത് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു നല്ല അർത്ഥത്തിലാണ് പറഞ്ഞൊരു ഒരു സഭ അല്ലെങ്കിൽ ഭദ്രാസന ഇടവകയായി തീരുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും, അതിന് ഒരു കാര്യം മാത്രം പോലെ ഒരു മൾട്ടി ട്രാക്ട്
പരിപാടിയായിട്ട് മാറണേ. അപ്പോൾ അത് എനിക്കുള്ള ഒരു ഇതിനകത്ത് എന്തിനാണ് ഇങ്ങനെ ഇത് ഇടവകയ്ക്ക് ചെയ്യാൻ പറ്റില്ല. സമ്പത്തുള്ള ഇടവക, അവിടെയുള്ള ഇടവകളിലെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നുള്ള വസ്തുതയാണ്. പക്ഷേ ഒരു ഇടവകയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു തീർത്തും ജനകീയമാണ്. ഒരു അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഇടവകയിൽ സാധിക്കില്ല. ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 4-5 കൊല്ലം കഴിയുമ്പോൾ അച്ഛൻ പോകും. അപ്പോൾ ഒരു അച്ഛൻ്റെ നേതൃത്വത്തിലൊന്നും പലപ്പോഴും നടത്താനൊക്കില്ല. അപ്പോൾ ഇതുപോലെയുള്ള കേന്ദ്രങ്ങൾ കുറേയൊക്കെ സഭ ഭദ്രാസനങ്ങളിലെ മെത്രാച്ചന്മാർ നേരിട്ട് നടത്തുകയും പക്ഷേ അതിൻ്റെ പ്രവർത്തനം സാധാരണ ലോക്കലായിട്ട് നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. പറയാറുണ്ട്, ധിഷണാശാലിയായ ഒരു നേതാവാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കും അതിനനുസരിച്ചുള്ള പുരോഗതി അല്ലെങ്കിൽ ആ ധിഷണാപരമായ പ്രവർത്തനങ്ങളായിരിക്കും അവരും ചെയ്യുക എന്നുള്ളത്. ഈ ഒരു രീതി ഒരുപക്ഷെ തിരുമേനി പറഞ്ഞ കാര്യങ്ങളിൽ കൂടി നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങയുടെ വ്യത്യസ്തമായ ചിന്താ രീതികൾ, വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഒരു പ്രശ്നബാധിത പ്രദേശത്ത് ഇത്രയും വൻകാര്യങ്ങൾ ചെയ്യുവാൻ അങ്ങയെ സഹായിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമായി കാണുന്നു. ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഈ കാര്യങ്ങൾ ഞാനിങ്ങനെ ഒരു പർപ്പസിലി ഒരു കാര്യം ചെയ്തെന്നല്ല, ഇതെല്ലാം ഒരു സാഹചര്യം ഒത്തു വരുമ്പോൾ എൻ്റെ ഒരു കാരണം ഞാനിതിനാണ് ഈ പ്രശ്നങ്ങളോട് കുറേ സെൻസിറ്റീവ് ഓപ്പണാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് തന്നെ എമർജ് ചെയ്യുന്നതാണ് ഈ സാഹചര്യങ്ങൾ. അല്ലാതെ ഇത് എൻ്റെ ഒരു ബുദ്ധിവൈഭവം കൊണ്ടോ ചിന്താ വിശകലന ശക്തി കൊണ്ടോ ഒന്നും ഇന്നതൊന്നും അങ്ങനത്തെ ഓരോ സാഹചര്യങ്ങൾ ഒത്തു വന്നു. ദൈവനമ്പുരാൻ അതൊരു നമുക്കൊരു തുറന്ന് കിട്ടുന്നതായിട്ട് പോകുന്ന ഞാനൊരു ഓപ്പണായിട്ട് ചെയ്യുന്നു, അവരുടെ സഹകരണം ഉണ്ടാകുന്നു, ഇങ്ങനെ പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എനിക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. എല്ലാവരും അവരവരുടെ സാഹചര്യങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചു എനിക്ക് തോന്നുന്നു സഭയിലൊരു വ്യത്യസ്തമായ അവരവരുടേതായ രീതിയിൽ വ്യത്യസ്തമായ ശുശ്രൂഷ നടത്താൻ സാധിക്കും. സമ്പത്തെന്ന് പറയുന്ന സാധനം സൂക്ഷിച്ച് ഒരു കാരണവശാലും വെക്കരുത്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ കോടിക്കണക്കിന് രൂപ സഭയുടെ ബാങ്കിലുണ്ട്. പഴയ സെമിനാരിയുടെ സഭയുടെ ഒക്കെ ഞാനിത് പല പ്രാവശ്യം പറയാറില്ല. ഈ പണം എന്ന് പറയുന്നത്, ഈ പണത്തിന് വരുന്ന ശോഷണം എന്ന് പറയുന്നത് മൂല്യത്തിന് വരുന്ന ശോഷണത്തെക്കാളും വലിയ ശോഷണമാണ്. അതായത് ഞാനിപ്പോൾ കോലഞ്ചേരിയിൽ അവിടെ സ്ഥലം മേടിക്കുന്ന സമയത്ത് ഞാൻ 7500 രൂപ അവിടെ സ്ഥലത്തിന് വില കൊടുത്താണ് വാങ്ങിച്ചത്. ഇന്ന് അത് 7 ലക്ഷം രൂപ സ്ഥലത്തിന് വിലയായി. വിത്തിൻ 10 years 10 വർഷത്തിന് ആ സാധനം ഏത് ബ്ലേഡ് വാങ്ങിക്കൊണ്ടിട്ടാലും അതിനകത്ത് അത് നമുക്ക് തടയാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പണം എപ്പോഴും കയ്യിൽ വന്നിട്ട് ചെയ്യുള്ളൂ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഒരിക്കലും ബാങ്കിൽ 5 പൈസ പോലെ ഇടാൻ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ 2-3 മാസത്തിലല്ലാതെ പണം കൂട്ടി വെച്ച് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കി അത് സാമ്പത്തികമായ യാതൊരു ധാരണയില്ലാത്ത മനുഷ്യരാണ് ഇതുപോലെ ഈ പണം എൻഡോമെൻ്റ് ആക്കിക്കൊണ്ടിട്ടത്. എനിക്ക് എത്രയോ കോടി രൂപ ആ കോടി ഉണ്ടാകുന്നുണ്ടല്ലോ, എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇതെല്ലാം കൊണ്ടുപോയി എൻഡോമെൻറ്റിലിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഇത് അതിൻ്റെ കൂടുതൽ ഞാനൊരു കാര്യം പറഞ്ഞു. ഞങ്ങളുടെ ഭദ്രാസനത്തിൽ ആദ്യം പട്ടയേറ്റ സമയത്ത് ചെയ്യുന്ന ഒരു പണിയാണ് ഞങ്ങൾക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവരുടെ ഇൻസ്പെക്ഷൻ്റെ കീഴിൽ പോണതാണ്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ അച്ഛന്മാരുടെ പ്രോവിഡൻറ്റ് ഫണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഭദ്രാസനത്തിൽ പണം എല്ലാം അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ആം ദ ഇൻവെസ്റ്റർ. അപ്പോൾ എനിക്ക് ആ പണം തിരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ പണം ഓരോ കാര്യത്തിന് വേണ്ടി തിരിച്ചെടുക്കും. ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിന് ഇപ്പം ഞാൻ പറഞ്ഞത് സമന്വയക്കൊക്കെ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ അതിനകത്ത് കടമെടുത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വരുന്നത്? ആ പണം കൊണ്ടുപോയി വേറെ ഒരിടത്തൊരു ബാങ്കിലിട്ട് ഇപ്പോൾ പ്രോവിഡൻറ്റ് ഫണ്ടിൽ എന്നൊക്കെ പറയുന്ന പൈസ നമുക്ക് അല്ലെങ്കിൽ അവരുടെ അച്ഛന്മാരെ പെൻഷനുള്ള പണം കൊണ്ടുപോയി നമുക്ക് വേറെ ചെയ്യാനില്ല, എവിടെയെങ്കിലും ബാങ്കിലിടുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ പണം പക്ഷെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്നതായ ഒരു മണി വോളിയം എന്ന് പറയുന്നത് അത് ഇൻക്രെഡിബിളാണ്. അതിപ്പോൾ എൻ്റെ ഒരു കടയെടുക്കൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി നിന്നാണ് പ്രധാനമായിട്ട്. അതുകൊണ്ട് തികയില്ല, അത് ശരിയാണ്. എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപ മറ്റും എടുക്കാൻ കാണുമല്ലോ. അപ്പോൾ ഈ പൈസ എടുത്ത് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഇതുപോലെ തന്നെ സഭയ്ക്കും അതിൻ്റെ പണം എങ്ങനെയെങ്കിലും ഒരു കോപ്പറേറ്റീവ് ബാങ്ക് പോലെ അല്ല അതിനകത്ത് പൂൾ ചെയ്തിട്ട് ആവശ്യക്കാർക്കെടുത്ത് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ പണം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു വെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് വെൽത്തിന് വേണ്ടിയല്ല, നമ്മളൊരു മിനിസ്ട്രിക്ക് വേണ്ടിയുള്ള വെൽത്ത് എന്ന് പറയുന്നത് വളരെ മറ്റേത് ശുദ്ധ മണ്ടന്മാർ ചെയ്യുന്ന പരിപാടിയാണ് ഈ എൻഡോമെൻറ്റ് കൊണ്ടിടുക എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ എന്ന് ഇതിനകത്ത് ഈ സാമ്പത്തിക മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത എന്നുണ്ടാകുന്നുള്ളത് എനിക്ക്
ഒരുപക്ഷെ ആധുനിക കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെ ഫിനാൻഷ്യൽ പോളിസിയാണ്, സ്ട്രാറ്റജിയാണ് തിരുമേനി ഇപ്പോൾ പറഞ്ഞ അല്ല, കാര്യം. ഇതൊന്നും വേണ്ട, അവരൊരിക്കലും പണം ഇതൊന്നും വേണ്ട. ഈ പണം ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഈ ബാങ്കിൽ കൊണ്ടിട്ടില്ല നിർത്തിയാൽ മതി. അതെ, അതൊരു ഒരു ഒരു പോളിസി ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 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 സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഈ പണം ബാങ്കിലിടുക എന്ന് വെച്ചാൽ ലാഭം എന്ന് പറഞ്ഞാൽ ബാങ്കിന് മാത്രമേ ഉള്ളൂ, നമുക്കൊരു ലാഭമില്ല. എന്നുവെച്ചാൽ അതിൻ്റെ പണം ഈ വർഷം 1,00,000 രൂപയാണെങ്കിൽ അടുത്ത വർഷം 50,000 രൂപയായിട്ട് കുറയുക, നമുക്ക് കിട്ടുന്നത് 10,000 രൂപയായിരിക്കും. മണി വാല്യൂ അതുപോലെ കുറയുന്ന ഒരു ലോകത്ത് ഇത് ബാങ്കിൽ കൊണ്ടിരിക്കുന്നത് പൊട്ടന്മാർക്ക് മാത്രമേ സാധിക്കുന്ന കാര്യം. വേറെ ഒരു സഭയെ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കോർപ്പറേറ്റ് മാനേജ്മെന്റ് വലിയ ആളുകൾ പോലും ഇത് വ്യക്തികളുടെ അതെ, ഇത് വ്യക്തികളുടെ ഇത്, അതായത് ബിഷപ്സിന്റെ എല്ലാം കയ്യിലിരിക്കുന്ന ഈ കാശ് കൊണ്ടുപോയി വെറുതെ ആണെങ്കിൽ ബാങ്കിലിട്ടേക്ക് ആയിരിക്കും. അവർക്ക് ഒക്കെ ചെയ്യാവുന്നത് വേറെ എന്തെങ്കിലും പണം കൊണ്ടേ. പക്ഷെ അതിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൂളിങ്ങിലാണ് നമുക്ക് വലിയൊരു തുക ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു മെത്രാസിന് ഇപ്പോൾ കൊണ്ടാകുക തന്നെ കല്യാണത്തിനോ പെരുന്നാളിനോ പോയി കിട്ടുന്ന ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ 10 പേര് ഒന്നിച്ചിടുമ്പോൾ ദാറ്റ് ബിക്കംസ് എ ബിഗ് എമൗണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. തിരുമേനി ഒരുപാട് കാര്യങ്ങൾ വളരെ മനസ്സ് തുറന്ന് അങ്ങ് സംസാരിക്കുകയുണ്ടായി. വ്യത്യസ്തമായ വഴികൾ കൂടി സഞ്ചരിക്കുന്നയാൾ, വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉള്ളയാൾ, അത് പ്രവൃത്തിപരത്തിൽ എത്തിക്കുവാനുള്ള ദൃഢനിശ്ചയമുള്ളയാൾ. തിരുമേനിക്ക് ഇനിയും പുതിയ എന്തെങ്കിലും ഡ്രീംസ് ഉണ്ടോ? ഇനി എന്തെങ്കിലും സ്വന്തം ഭദ്രാസനത്തിൽ നടപ്പാക്കണം എന്നുള്ളത് ഏത് രീതിയിലാണ്? ഇതിനകത്ത് ഉള്ള ഒരു ഡ്രീം എന്നുള്ളതിനെ പറ്റി കൺസേൺ ഉള്ളത്, ഈ നമ്മൾ ഈ പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങി ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇത് ഭാവിയിലും നമുക്കതിനകത്ത് ഒരു നിശ്ചിത കാലഘട്ടമെങ്കിലും ഇതിൻ്റെ ഒരു സർവീസ് സഭയിൽ നിന്ന് സമൂഹത്തിനുണ്ടാകണമല്ലോ, അല്ലെങ്കിൽ സഭയ്ക്കുണ്ടാകണം. അപ്പോൾ അത് അതായത് ഞാനിപ്പോൾ ഈ രംഗത്ത് മാറിയാലും ഈ കൺസേണിൽ ഈ പ്രസ്ഥാനങ്ങൾ കുറേ കാലമെങ്കിലും പ്രവർത്തിക്കാൻ ഉള്ള എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനൊരു ചിന്തയാണ് ഇപ്പോൾ എനിക്കുള്ളത്. ഇപ്പം ഞാനിപ്പോൾ അതിന് മാത്രമേ ഇനി പുതിയ പ്രസ്ഥാനങ്ങളായിട്ട് ഈ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ ഞാൻ ഇങ്ങനെ പർപ്പസ്ലി തുടങ്ങിയതല്ല. ഞാൻ ആദ്യം പറഞ്ഞില്ല എന്തെല്ലാം ആദ്യം ഈ നീഡനാണ് ആവശ്യം എന്താണ്, അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചിന്തിച്ചപ്പോൾ അതങ്ങനെ ചിന്തിച്ച് വെച്ചെങ്കിലും ആ നീഡ് ഇങ്ങനെ ഓരോ പ്രത്യേക സാഹചര്യത്തിൽ ഉയർന്നു വന്നത് എന്നോട് സെൻസിറ്റിവിറ്റി കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു ഡ്രീമിൻ്റെ ഭാഗമൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭദ്രാസനത്തിലെ അല്ലെങ്കിൽ ഭദ്രാസനത്തിൻ്റെ ആ ശുശ്രൂഷ എന്ന് പറയുന്നത് റെലവൻ്റായി നിലനിർത്താൻ സാധിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു വിശ്വാസ സമൂഹമായിട്ട് കുരിശു വരച്ചും പ്രാർത്ഥിച്ചും പോവുക എന്നുള്ളതല്ലല്ലോ ഈ സാക്ഷ്യം എന്ന് പറയുന്നതിന്. അതിനകത്ത് പൊതുസമൂഹത്തിൽ അതിൻ്റെ ഒരു റെലവൻസ് അതിനും തോന്നണം. ഈ പ്രസ്ഥാനം നിൽക്കുന്നതിൻ്റെ ചില റെലവൻസ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ആ റെലവൻസ് നിലനിർത്താൻ അത് എന്നുവെച്ചാൽ ഒരു 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 പ്രസക്തി നഷ്ടപ്പെട്ട ഒരു സമൂഹമാകാതെ എന്നും സമൂഹത്തിന് ചലഞ്ചിങ് ആവുന്നൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിലനിർത്താനായിട്ട്. അതിപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയില്ല എന്താ ഡ്രീം, അങ്ങനെ ഒരു ഡ്രീമില്ല. അപ്പോൾ എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ എൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ ശുശ്രൂഷകൾ എന്നും ഒരു ചലഞ്ചിങ് ആയിട്ട്, അതൊരു സമൂഹത്തിനൊരു കൺഫേംഡ് ആയിട്ട് അവിടെ നടക്കുന്ന പോലെ ഇവിടെ അല്ലെങ്കിൽ വേറെ ഭദ്രാസനത്തിൽ നടക്കുന്ന പോലെ നടക്കുന്ന അപ്പുറമായിട്ട് ഒരു വൈബ്രൻ്റ് ആയിട്ട് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷ തുടർന്ന് അവിടെ ലഭ്യമാകണം. അത് നിലനിർത്താൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ചിന്തയാണുള്ളത്. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ ചെയ്തു തീർക്കാൻ. നമ്മൾ കാണുന്ന പോലെയല്ലോ ഉടയമ്പരം കാണുന്നു. അപ്പം അതുകൊണ്ട് പ്രത്യേക ഡ്രീമൊന്നുമില്ല. തിരുമേനിക്ക് ഓർത്തഡോക്സ് ടിവിയുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ? അല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഓർത്തഡോക്സ് ടി വി ഈ നമ്മുടെ ഈ സഭയിലെ ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പം എന്നോട് വന്ന് ചോദിക്കുകയാണ് എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ ഭദ്രാസനത്തിലെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പറയുവാനിപ്പോൾ വേറൊരു മീഡിയ ഇല്ല, കാര്യമായിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇതുപോലെ 1-2 ഉണ്ട്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ അറിയുന്നത്. തീർച്ചയായിട്ടും ഈ സഭയുടെ പ്രശ്നങ്ങൾ, സാധ്യതകൾ, പ്രതിസന്ധികൾ, അതിജീവന സാധ്യതകൾ, ഇതെല്ലാം ജനങ്ങളിലേക്ക് അവരുടെ ചിന്തകളും ആഗ്രഹങ്ങളും എന്തെന്ന് അല്ലെങ്കിൽ സഭാ നേതൃത്വത്തെ അറിയിക്കാനും ഒക്കെയുള്ളൊരു ഒരു അവസരമാണ് യഥാർത്ഥത്തിലുള്ള. അത് നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദിയുണ്ട്. ഇത് ഇത്ര നേരം കേട്ടിരുന്നല്ലേ പറഞ്ഞല്ലേ. തിരുമേനിയുടെ വലിയ വാക്കുകൾക്ക്, നല്ല വാക്കുകൾക്ക്, ഈ തുറന്ന സമീപനത്തിന് ഞങ്ങളെന്നും അങ്ങോട്ട് കടപ്പെട്ടിരിക്കും.
കൂടുതൽ ഒരു ദിവസമേ ഞാൻ പറഞ്ഞ ഇതിലൊക്കെ നിങ്ങൾ തന്നെ വരുന്നില്ല, അവിടെയുള്ളവരാണെങ്കിൽ ഇതൊക്കെ വന്ന് കണ്ട് നേരിട്ട് അതിനകത്ത് സംസാരിക്കുമ്പോഴേ അതൊരു നല്ല കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ അവതരിപ്പിക്കുന്നതാണ്. മറ്റേത് ഈ പറഞ്ഞ കോൺക്രീറ്റ് ആയിട്ട് അവിടെ എന്താ നടക്കണമെന്ന് കാണുമ്പോഴേ. തിരുമേനിയുടെ എല്ലാ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവുകങ്ങളും നന്മകളും നേരുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തന്ന ഈ ചെലവഴിച്ച ഈ വലിയ സമയത്തിന് ഞങ്ങൾ അങ്ങോട്ട് കടപ്പെട്ടിരിക്കുന്നു. എല്ലാ അനുഗ്രഹാശംസകളും ഞങ്ങൾക്കുണ്ടാവണം. നിങ്ങൾ പ്രവർത്തനം നന്നായിട്ട് മുന്നോട്ട് പോകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.